അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ സഫർ മാസത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. രോഗങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ രോഗങ്ങൾ, ചെറുതും വലുതുമായ രോഗങ്ങൾ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരുമാറാവട്ടെ. അതുപോലെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരുപാട് സഹോദരന്മാർ വിദേശത്ത് നിന്ന് വാട്സപ്പിലൂടെ ബന്ധപ്പെടാറുണ്ട്. അവിടെയൊക്കെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, കൂലിപ്പണി ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, ഏത് മേഖലയിലും പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, കുടുംബങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ, ദുആ വസിയത്തുകളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അല്ലാഹുവിൻ്റെ ഇസ്മുകൾപ്പെട്ട മറ്റ് രണ്ട് ഇസ്മുകളെ കുറിച്ചാണ്. യാ ഖഹാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്. യാ ഖഹാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്. ഈ രണ്ട് ഇസ്മുകൾ അല്ലാഹുവിൻ്റെ ഏറ്റവും സവിശേഷതമായ രണ്ട് തിരുനാമങ്ങളാണ്. ഈ അസ്മാഉൽ ഹുസ്നയിലെ ഈ രണ്ട് ഇസ്മുകൾ ചേർത്ത് ചൊല്ലുന്നതിലുള്ള അതിമഹത്തായ ഒരു ദിക്റാണ് ഈ നാമങ്ങൾ. ഉരുവിടുന്നതിലൂടെ വിശ്വാസിക്ക് ലഭിക്കുന്ന മഹത്വങ്ങളും ഗുണങ്ങളും ഏറെയാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യാ ഖഹാറു യാ അല്ലാഹ്, സർവശക്തനെല്ലാം തൻ്റെ അധീനതയിലായവൻ ആക്കിയവൻ, ശത്രുക്കളെ അടിച്ചമർത്തുന്നവൻ. അതുപോലെ യാ ജബ്ബാറു യാ അല്ലാഹ്, പരമാധികാരി, ഒടിഞ്ഞതിനെ കൂട്ടിച്ചേർക്കുന്നവൻ, തകർന്ന മനസ്സിനെ സുഖപ്പെടുത്തുന്നവൻ, ആർക്കും കീഴ്പ്പെടുത്താനാകാത്തവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥങ്ങളും പൊരുളുകളും. അതുപോലെ ഒന്ന്, ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും അക്രമികളിൽ നിന്നും രക്ഷ ലഭിക്കും. അതുപോലെ അക്രമികളായ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു വിശ്വാസിക്ക് സംരക്ഷണം നൽകുന്നു. അതുപോലെ തന്നെ തകർന്ന മനസ്സിന് ആശ്വാസം ലഭിക്കുന്നു. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് തകർച്ചകൾ നേരിടുന്നവർ ഈ ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു അവന് സമാധാനം നൽകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിഷമഘട്ടങ്ങളിൽ വിജയം നൽകാൻ, കഠിനമായ പരീക്ഷണങ്ങൾ, ആപത്തുകൾ എന്നിവയിൽ നിന്ന് അകപ്പെടുമ്പോൾ ഈ നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിൻ്റെ പെട്ടെന്നുള്ള സഹായത്തിന് കാരണമാകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യാ ഖഹാർ യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ് എന്ന ഈ രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് ചൊല്ലുന്നത് ഏറ്റവും വളരെ മഹത്വമുള്ള ഗുണങ്ങളും ഉള്ള ഒരു രണ്ട് ഇസ്മുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ പകർത്താൻ, ചൊല്ലാൻ എനിക്കും നിങ്ങൾക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ രണ്ട് ഇസ്മുകൾ നമ്മൾ ഒരുമിച്ച് ചൊല്ലുകയാണെങ്കിൽ, ഇത് ചൊല്ലേണ്ട സമയം എന്ന് പറയുന്നത് നിർണയിച്ചിട്ടില്ല. എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സുബഹിക്ക് ശേഷവും, അതായത് രാത്രിയുടെ അവസാന യാമങ്ങളിൽ, അതായത് തഹജ്ജുദിൻ്റെ സമയത്ത് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം.
ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ചൊല്ലാനും നമ്മുടെ പ്രയാസങ്ങളൊക്കെ അതുവഴി തീർന്നു കിട്ടാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ അസ്സലാമു അലൈക്കും.